ഹായ് ഗൈസ്, എൻ്റെ പേര് കിരൺ പ്രസാദ്. ഞാനൊരു ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഇന്ന് വന്നിരിക്കുന്നത് USCPA എന്നൊരു കോഴ്സിനെ പറ്റി പരിചയപ്പെടുത്താനാണ്. ഇത് ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെ US-ലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ്. ഇത് ഇന്ത്യയിൽ നല്ല ജോലി സാധ്യത തുറന്നു തരുന്ന ഒരു ക്വാളിഫിക്കേഷനാണ്. നമുക്ക് ബിഗ് ഫോറിലെല്ലാം എപ്പോഴും ഹയറിംഗ് നടക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണ്. ബിഗ് ഫോർ സ്ഥാപനങ്ങൾ KPMG, Deloitte, EY ഈ സ്ഥാപനങ്ങളെല്ലാം എപ്പോഴും ഹയറിംഗ് നടക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണ്. പല വിദേശ രാജ്യങ്ങളിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ CPAസുമായിട്ട് മ്യൂച്വൽ റെക്കഗ്നിഷൻ അഗ്രിമെൻ്റ് ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ വളരെ വലിയൊരു അപ്സൈഡാണ്. അതായത് ഓസ്ട്രേലിയ, കാനഡ ഇങ്ങനത്തെ പല രാജ്യങ്ങളുമായിട്ടും USCPAക്ക് മ്യൂച്വൽ റെക്കഗ്നിഷൻ അഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് അവിടുത്തെ അഡീഷണൽ പരീക്ഷകൾ എഴുതാതെ അതത് രാജ്യങ്ങളിലെ CAയോ CPAയോ ആയി മാറാൻ നമുക്ക് പറ്റും USCPA കംപ്ലീറ്റ് ആയാൽ. ഇതിൻ്റെ ഡൗൺ സൈഡായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഫീസാണ്. ഒരു 5 to 6 lakhs വരെ പോകാൻ സാധ്യതയുണ്ട്. ഒരു പേപ്പർ നമ്മൾ ഇതിൽ ഫെയിലായി കഴിഞ്ഞാൽ അറൗണ്ട് 70 to 80K ചിലവാക്കി വേണം നമ്മൾ പിന്നെയും പേപ്പറിന് അറ്റംപ്റ്റ് ചെയ്യാൻ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മേജർ ഓവർവ്യൂ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. CPA എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 120 ക്രെഡിറ്റ്സ് വേണം, എഡ്യൂക്കേഷണൽ ക്രെഡിറ്റ്സ് വേണം ഇതിൻ്റെ എക്സാം എഴുതണമെങ്കിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ CA നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 12th കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. അതായത് 12th കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേസമയം US-ലെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഗ്രാജുവേഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതായത് USCPA അവിടുത്തെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ക്വാളിഫിക്കേഷനാണ്. അപ്പം അവിടുത്തെ ഗ്രാജുവേഷൻ 120 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ഇന്ത്യൻ BCom അഥവാ BBA ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ 90 ക്രെഡിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് കാരണം വിഷമിക്കേണ്ട കാര്യമില്ല. ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരിതിന് ഓൾട്ടർനേറ്റീവ്സ് കണ്ടുവച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് CPAക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ്സ് കിട്ടുന്ന രീതിക്കുള്ള MCOM-ന് ഇവർ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് രജിസ്ട്രേഷൻ്റെ പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് എലിജിബിൾ ആവും. 120 ക്രെഡിറ്റ്സ് കൊണ്ട് എലിജിബിൾ ആവും. അതേസമയം പരീക്ഷ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MCOM കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് 150 ക്രെഡിറ്റ്സ് തികയുക. അതായത് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 150 ക്രെഡിറ്റ്സ് വേണം. ഓക്കെ, എക്സാം സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ 4 പേപ്പറാണ് ഉണ്ടാവുക. അതിൽ 3 ഡിസിപ്ലിൻ പേപ്പേഴ്സ് ആണ്. അതായത് ഓഡിറ്റിംഗ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ്, റെഗുലേഷൻ. ഈ 3 പേപ്പേഴ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ടാവും. അത് അവരുടെ IT സംബന്ധമായ പേപ്പർ, ബിസിനസ് അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിങ്ങിൻ്റെ പേപ്പർ, പിന്നെ ടാക്സിൻ്റെ പേപ്പർ, അതായത് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ. ഓക്കെ, സിലബസ് ഞാനിപ്പോൾ പറഞ്ഞ പേപ്പേഴ്സാണ്. ഓഡിറ്റിംഗ്, FAR, റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് 3 പേപ്പറാണ് കോർ സബ്ജക്ട്സ് വരുന്നത്. അല്ലാതെ അഡീഷണലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 3 ഓപ്ഷണൽ പേപ്പേഴ്സിൽ നിന്ന് ഒരു പേപ്പറും കൂടെ എടുക്കണം. അങ്ങനെയാണ് ടോട്ടൽ 4 പേപ്പർ വരുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 to 6 lakhs വരും. അതിൻ്റെ അകത്ത് ടോട്ടൽ ഓൾ ഇൻ കോസ്റ്റ് ആണ് പറയുന്നത്. ഒരു 1 ലക്ഷം രൂപയാണ് നമ്മുടെ കോച്ചിങ് ഫീസ് എന്ന് കൂട്ടിക്കോളൂ. ബാക്കി ഒരു 80,000 ഗുണം 4 3,20,000 അടുപ്പിച്ചായിരിക്കും നമ്മുടെ ടോട്ടൽ എക്സാം ഫീസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ, ഇവാലുവേഷൻ അങ്ങനെ കുറച്ച് ഫീസും കൂടി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഡ്യൂറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കണം. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ US-ലെ ക്വാളിഫിക്കേഷൻ ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് 120 ക്രെഡിറ്റ്സ് ആയി എന്നുള്ളതിന് ഇവാലുവേഷൻ ചെയ്യിപ്പിക്കണം. അതിന് ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സാം പ്രിപ്പയർ ചെയ്യണം. നമ്മൾ എക്സാം അപ്പിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു CPA അണ്ടറിൽ 1 to 2 years വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അത് നമ്മുടെ ഈ കോച്ചിങ് സെൻറ്ററുകൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരത് അറേഞ്ച് ചെയ്ത് തരും. ഡിഫിക്കൽട്ടിയും പാസ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ടഫാണ് പരീക്ഷ. ഓക്കെ, ഇതിൽ പാസ് പെർസെൻറ്റേജ് നോക്കിയാൽ 45 to 60% ആൾക്കാർ പാസ്സാവുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എക്സാമിൻ്റെ ഫീസ് നോക്കിയാൽ 80,000 രൂപ വരുമെന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പം ഇന്ത്യൻസിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നു. ആ പരീക്ഷയുടെ ഫീസ് 80,000 രൂപയാണ്. തോറ്റു കഴിഞ്ഞാൽ 80,000 രൂപ കൊടുത്ത് പിന്നെ അത് അറ്റൻഡ് ചെയ്യണം. നമ്മൾ പഠിക്കാതെ പോവില്ല. അങ്ങനെ പഠിച്ചിട്ട് പോയവരുടെ അകത്തു നിന്നായിരിക്കാം ഈ ഒരു 45 to 60% വന്നിരിക്കുന്നതെന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ ആ എക്സാം എഴുതുന്നതിൻ്റെ ഓർഡർ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കാം. ഒന്നുമില്ല, ഒരു ഓർഡറും ഇല്ല. നിങ്ങൾ ഏത് പരീക്ഷയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അതായത് ഏത് സബ്ജക്റ്റിലാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് പ്രിപ്പയർ ചെയ്യുക, ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുക, ക്ലിയർ ചെയ്യുക, എന്നിട്ട് അടുത്ത പരീക്ഷ അറ്റൻഡ് ചെയ്യുക, അത് ക്ലിയർ ചെയ്യുക. ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ ഒരു 18 months to 24 months ഒക്കെ കൊണ്ട് നമ്മളിത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ആവാൻ പറ്റും, ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആവാൻ പറ്റും, ടാക്സ് കൺസൾട്ടൻ്റ് ആവാൻ പറ്റും. ബേസിക്കലി ഇന്ത്യൻ CAs ചെയ്യുന്ന എല്ലാ ജോലിയും US CPAസിന് ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ICCയുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ലൈക്ക് ഇന്ത്യയിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടൊന്നും ഒപ്പിടാൻ പറ്റത്തില്ല, ഇന്ത്യൻ കമ്പനീസിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടൊന്നും ഒപ്പിടാൻ പറ്റത്തില്ല. അത് ഇന്ത്യൻ CAs തന്നെ വേണം പ്രാക്ടീസ് ചെയ്യുന്നത്, ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് തന്നെ വേണം. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ US ഗ്യാപ്പ് ഫോളോ ചെയ്യുന്ന, USലെ അക്കൗണ്ടിങ് പോളിസീസ് ഫോളോ ചെയ്യുന്ന കമ്പനീസിലെല്ലാം CAs ചെയ്യുന്ന എല്ലാ ജോലിയും CPAസിന് ചെയ്യാൻ പറ്റും. ഓക്കെ, സാലറി കമ്പാരിസൺ ഇന്ത്യയിലും US എത്ര കിട്ടും എന്നുള്ള കാര്യമാണ്. ഇത് നമ്മൾ നോക്കിയിട്ട് ബ്ലൈൻഡ്ലി ഇതിൻ്റെ പുറകിന് പോകരുത്. ബിക്കോസ് CAസിന് കിട്ടുന്ന സെയിം സാലറീസ് തന്നെ ആയിരിക്കും CPAസിനും കിട്ടുക ഇന്ത്യയിൽ. ഓക്കെ, എപ്പോഴും ബിഗ് ഫോറിൻ്റെയൊക്കെ കരിയർ പോർട്ടലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ലൈക്ക് പോസ്റ്റിങ്സ് കാണും. ലൈക്ക് അവരുടെ പോർട്ടലിൽ സാലറി ഉണ്ടാവില്ല. നമ്മൾ ജോബ് പോർട്ടൽസ് അല്ലാതെ നൗക്കരി പോലത്തെ പോർട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ സാലറീസ് കാണാൻ പറ്റും. അത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CAസിൻ്റെ സിമിലർ സാലറിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സ്റ്റാർട്ടിങ് വരുന്നത് 6 to 12 lakhs ആയിരിക്കും. മിഡ് ലെവലാകുമ്പോൾ 12 to 20 lakhs വരുന്നുണ്ടാവും. അതിന് മുകളിലേക്ക് പോകുമ്പോൾ, അതായത് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ സാലറി കൂടും. 25 lakhs കൂടുതലും ഇന്ത്യയിൽ കിട്ടുന്നതാണ്. വിദേശത്ത് പോയാൽ അത് ഓരോ കൺട്രി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതേസമയം മേജർ ഒരു ക്യാവിയേറ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ US CPA കംപ്ലീറ്റ് ആയെന്ന് കരുതി നമുക്ക് US പോകാൻ പറ്റത്തില്ല. അതൊരു സെപ്പറേറ്റ് പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, അതിന് നിങ്ങളുടെ വിസയുടെ മറ്റേ ആ ക്രെഡിറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്കത് അതിൻ്റെ എലിജിബിലിറ്റി വരുന്നതനുസരിച്ചിട്ടൊക്കെ കിട്ടത്തുള്ളൂ. അതൊക്കെ ഭയങ്കര ടഫാണ്. നമ്മൾ അത് കണ്ട് മാത്രം CPA ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ, നല്ല ജോബ് സെക്യൂരിറ്റി കിട്ടുന്ന ഒരു ക്വാളിഫിക്കേഷനാണ്. പക്ഷേ US പോകാനെന്ന് കരുതി മാത്രം ഒരാൾ CPA ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ, പിന്നെ കീ ടേക്ക്അവേസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. അതായത് എത്ര പേപ്പർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 3 കോർ സബ്ജക്ട്സ് ഉണ്ട്, ഒരു ഡിസിപ്ലിൻ പേപ്പർ ഉണ്ട്. പാസ് മാർക്ക് 75 മാർക്സ് ആണ്. 120 ക്രെഡിറ്റ്സ് ആണ്. എഡ്യൂക്കേഷണൽ ക്രെഡിറ്റ്സ് 120 ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് എക്സാമിൽ ഇരിക്കാൻ പറ്റുക. അതായത് BCom + MComനെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. 150 ക്രെഡിറ്റ്സ്, അതായത് MCom കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ കാണിച്ചു കഴിയുമ്പോഴാണ്, 150 ക്രെഡിറ്റ്സ് ആയി എന്ന് കാണുമ്പോഴാണ് നമുക്ക് ലൈസൻസ് കിട്ടുക CPAയുടെ. കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 to 6 lakhs വരെ വരുന്നുണ്ട് ടോട്ടൽ. അതായത് കോച്ചിങ് ഫീസും കൂടി ചേർത്തിട്ടാണ്. കോച്ചിങ് ഫീസ് ഒരു 1 ലക്ഷം രൂപ കൂട്ടും, അത്രയാണ് വരാൻ സാധ്യതയുള്ളത്. സ്റ്റാർട്ടിങ് സാലറി ഞാൻ പറഞ്ഞു 6 to 12 lakhs ആയിരിക്കും. അത് പിന്നീട് വളർന്ന് 25 lakhs കൂടുതലും പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്വാളിഫിക്കേഷനായിട്ട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. മാക്സിമം ഞാൻ എല്ലാ കമൻസിനും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക്